ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൽസി പ്ലാനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്ററിൻ്റെ ചെയിൻ എങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ്. ഇങ്ങനത്തെ ചെയിൻ കവറില്ലാത്ത വണ്ടികളെല്ലാം കുറച്ച് കിലോമീറ്റർ അധികം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മൺസൂൺ സീസണിൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്മൂത്ത് കുറവും അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ് ഒരു ടൈറ്റൊക്കെ പോലെ ഫീൽ ചെയ്യും. ചെയിനും സോക്കറ്റും നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആവും. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് ഡീസലുണ്ട്, ഒരു ബോൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പെയിൻറ് ബ്രഷ്, പിന്നെ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ഒരു 4mm അല്ലെങ്കിൽ 8-ൻ്റെ റിംഗ് സ്പാനർ വേണം. അപ്പം ബാക്കി അഴിച്ചിട്ട് വേണം. ഇത് ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും വാഷിങ്ങിന് മുമ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഡീസൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും. പിന്നീട് വാഷിങ്ങിന് മുമ്പാണെങ്കിൽ പിന്നെ അതിനുശേഷം വാഷ് ചെയ്ത് ക്ലിയറായി അത് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിരിക്കും. പിന്നെ എൻജിന് നല്ല സ്മൂത്തായിട്ട് ഫീൽ ചെയ്യും നമുക്ക്. എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് വരും, നല്ല സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്യുന്നൊരു നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് ഗിയർ ലിവറിൻ്റെ ബോൾട്ടാണ്, 8-ൻ്റെ ബോൾട്ട് വരുന്നത്. അത് ലൂസ് ചെയ്ത് ആ ഷാഫ്റ്റ് ഒന്ന് അത് വിടിയിക്കണം. ഇത് അഴിക്കുന്ന സമയത്ത് ഗിയറിൻ്റെ ആ പൊസിഷൻ എപ്പോഴും നോക്കിയോളൂ, അല്ലെങ്കിൽ പിന്നീട് ഫിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു പൊസിഷൻ ചേഞ്ച് ഫീൽ ചെയ്യും. ഇതിപ്പോൾ ഞാൻ മുമ്പ് അഴിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം. ആദ്യമായിട്ട് അഴിക്കണവരത് ശ്രദ്ധിക്കണം. കണ്ട, അത് നിങ്ങൾ ഇടയ്ക്ക് എങ്ങനെ അഴിക്കണം. ഇത് ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൽ ഇത്ര കച്ചറ വരും. തീരെ അഴിക്കാത്തവരാണെങ്കിൽ ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ ബോധം പോകും. അതിൻ്റെ ഫുള്ള് ഉള്ളിൽ ഗ്രീസ് പോലെ ഇരിക്കുന്നുണ്ടാവും. ഇനി ചെയ്യാൻ പോണ പരിപാടി പറഞ്ഞാൽ ഡീസൽ കുറച്ച് ആ ബോളിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് ബ്രഷ് എടുത്ത് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡീസൽ കുറച്ച് ബോളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഡീസൽ നന്നായി ബ്രഷ് ചെയ്ത് കൊടുത്താൽ പരമാവധി ഒരു 90% അത് ക്ലീൻ ആവും. ആ മാറ്റം ശരിക്കും അറിയാൻ പറ്റും. ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഇനി ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം കാണാതെ എങ്ങനെയാണ്. ഡീസൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഈ കൊല്ലത്തിലായി. അതുകൊണ്ടാണ് വാഷിങ്ങിന് മുമ്പ് ചെയ്യാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ആകെ വണ്ടി വൃത്തികേടാവും. അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്. അതിനുള്ളിൽ നിന്ന് കിട്ടിയ ഡസ്റ്റും നമ്മളുടെ ലൂപ്പൊക്കെ കൂടി മിക്സ് ആയിട്ട് അതിനുള്ളിൽ നിന്ന് കിട്ടിയത്. ഇത് ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലാത്തവരുടെ ഭയങ്കര കൂടുതലായിരിക്കും. തീരെ അഴിക്കാത്തവരുണ്ടാവും, അവരുടെയൊക്കെ ഭയങ്കര കൂടുതലാവും. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെയിനിൻ്റെ ലൈഫ് കിട്ടും. ചെയിനും സോക്കറ്റും നല്ല ലൈഫ് കിട്ടും. പിന്നെ വണ്ടി നല്ല സ്മൂത്തായിരിക്കും. ഗിയർ ഷിഫ്റ്റും ചെയിനും നല്ല സ്മൂത്തായിരിക്കും. വണ്ടി ഓടിക്കാൻ തന്നെ രസമാണ്. ഇനി ഒന്ന് സോപ്പ് ലിക്വിഡ് എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇൻസൈഡ് വാഷ് ചെയ്തിട്ട് നേരെ അത് കവർ ചെയ്ത് വെക്കും. പിന്നെ പുറത്തും കൂടി വാഷ് ചെയ്തിട്ട് ബാക്ക് സോക്കറ്റും കൂടി വാഷ് ചെയ്തിട്ട് പിന്നെ വണ്ടി ഒന്ന് ഫുൾ വാഷ് ചെയ്യും. അതിനുശേഷം ലൂബ് ചെയ്ത് ഓടിച്ചു നോക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് ബാക്കിലെ സോക്കറ്റ് ക്ലീൻ ചെയ്തതാണ്. ഇതും ഭയങ്കര ഡസ്റ്റ് തന്നെ ആയിരുന്നു. നല്ല രീതിക്ക് ഡസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ക്ലീനായി. ഇനി ഇതും ഈ പറഞ്ഞ പോലെ സോപ്പ് ലിക്വിഡ് ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം.
അതിനുശേഷം വണ്ടി മൊത്തം വാഷ് ചെയ്യണം. അതിനുശേഷം ലൂബ് ചെയ്ത് ഓടിച്ച് നോക്കണം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് അതിൻ്റെ ടെൻഷൻ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. നമുക്കിത് ഓൾമോസ്റ്റ് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ലിറ്റർ ഡീസലൊക്കെ വേണ്ടി വരും. പെട്രോളും ക്ലീൻ ചെയ്യാം, ഡീസലാണ് കൂടുതൽ ചെയ്യാറ്. പെട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൈഡ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് വരുമ്പോൾ ഇതിന് മറ്റേ സൈഡ് ഡ്രൈ ആയി പോകും. അത് പിന്നെ ലാസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അയിമൊന്നും വിട്ടു പോരില്ല. ഡസ്റ്റും ഗ്രീസൊക്കെ അതേപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീസലിലേക്ക് മാറിയത്. ആദ്യം പെട്രോൾ ഇട്ട് ചെയ്ത് നോക്കിയിരുന്നു. അങ്ങനെ ചെയിനൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. അതേ മുമ്പത്തെ ഇപ്പത്തെ നോക്കുമ്പോഴുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെയിൻ ക്ലീനിങ്ങിൻ്റെ പരിപാടി. ചെയിൻ കവർ ഇല്ലാത്ത വണ്ടികളുടെ ഓണേഴ്സ് പലപ്പോഴും നേരിടുന്ന പ്രശ്നമാണ്. ഒന്ന് ചെയിൻ ലൂബ് ചെയ്തൊരു 200-300 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി സ്മൂത്ത് അല്ലാത്ത പോലെ ഫീൽ ചെയ്യാം. ഒരു 200 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പെർഫോമൻസ് വണ്ടികളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഓടിക്കാനൊരു സ്മൂത്ത് ഉണ്ടാവില്ല. ഗിയർ ഷിഫ്റ്റിങ് ഭയങ്കര ടൈറ്റ് പോലൊക്കെ തോന്നിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ചെയിൻ ലൂബ് അടിച്ച് ഓടിക്കും. പക്ഷെ അതും അധികം നിൽക്കാത്ത പോലെ തോന്നും. പക്ഷെ അതിൻ്റെ റീസൺ ഇതാണ്, ചെയിൻ ഡേറ്റ് ചെയ്തുകൊണ്ടാണ്. ചെയിൻ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൂബ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 500 പ്ലസ് ഓടാൻ ചാൻസ് ഉണ്ട്. റെയിൻ കണ്ടീഷൻ ആകുമ്പോൾ സിറ്റുവേഷൻ മാറും, അപ്പോൾ കിലോമീറ്റർ കുറയും. മാക്സിമം ചെയിൻ നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുക, അപ്പോൾ മാക്സിമം ചെയിനിൽ ലൈഫ് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.